നമസ്കാരം. ഞാൻ ഡോക്ടർ ജേക്കബ് ജോർജ്, SUT ആശുപത്രി പട്ടത്തിലെ സീനിയർ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. ഞങ്ങൾ ഇന്ന് കുട്ടികളുണ്ടാകുന്ന നീരിനെ പറ്റി സംസാരിക്കാം. നമ്മുടെ ശരീരത്തിൽ ഒരു 60% വെള്ളമാണ്. ഈ വെള്ളം ഒരു 2/3 സെൽസിനകത്തുള്ളതും ഒരു 1/3 സെൽസിൻ്റെ വെളിയിലുള്ളതാണ്. വെളിയിലുള്ള വെള്ളം രക്തക്കുഴകളിൽ ഒരു 1/4 ഭാഗം ഉള്ളത്, ബാക്കി 3/4 ഭാഗം സെൽസിൻ്റെ വെളിയിൽ, രക്തക്കുഴലിൻ്റെ വെളിയിൽ അല്ലെങ്കിൽ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലാണ് ഉള്ളത്. ഈ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലുള്ള വെള്ളം കൂടുമ്പോഴാണ് സാധാരണ നീര് വരിക. കുട്ടികളുണ്ടാകുന്ന നീരിന് പല കാരണങ്ങളുണ്ട്. പഴയ കാലത്ത് മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷകത്തിന് പ്രോട്ടീൻ്റെ അംശം കുറയുമ്പോഴത്തേക്ക് നീരിൻ്റെ ഒരു പ്രധാന കാരണമായിരുന്നു. കാരണം ഈ രക്തക്കുഴലിലുള്ള പ്രോട്ടീനാണ് രക്തക്കുഴലിൽ വെള്ളം പിടിച്ചു വെക്കുന്നത്. പ്രോട്ടീൻ്റെ അംശം കുറയുമ്പോഴത്തേക്ക് രക്തക്കുഴലിലുള്ള വെള്ളം ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലോട്ട് വരും. പിന്നെ ആ സമയത്താണ് നീരുണ്ടാകുക. അപ്പം പഴയ കാലത്ത് മാൽന്യൂട്രീഷൻ്റെ സമയത്ത് നീര് കുട്ടികളുടെ ഒരു പ്രധാന കാരണം മാൽന്യൂട്രീഷൻ കാരണം വരുന്ന പ്രോട്ടീൻ്റെ അംശം കുറവ്. അത് ക്വാഷിയോർക്കർ എന്ന് പറഞ്ഞൊരു അസുഖമായിരുന്നു. ഭാഗ്യത്തിന് ഈ കാലത്ത് അത് വളരെ അപൂർവമാണ്. ഹാർട്ടിൻ്റെ പമ്പിങ് പ്രശ്നം കൊണ്ടും നീര് വരാം. ഇത് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുന്നത് രക്തക്കുഴകളിലാകുമ്പോഴത്തേക്ക് രക്തത്തിൻ്റെ അംശം കൂടിയിട്ട് പിന്നെ അത് ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലോട്ട് വരും. ആ സമയത്ത് നീരുണ്ടാവും. കറണ്ട് തകരാറ് കൊണ്ടും നീര് വരാം. അത് കൂടുതൽ വയറിനാണുള്ളത്, പോർട്ടൽ ഹൈപ്പർടെൻഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് കാലിലും മുഖത്തിലൊക്കെ നീര് വരും. എന്നാൽ കുട്ടികളുണ്ടാകുന്ന നീരിൻ്റെ പ്രധാന കാരണം വൃക്കയിൽ വരുന്ന തകരാറ് അല്ലെങ്കിൽ വൃക്കയിൽ വരുന്ന അസുഖങ്ങൾ കൊണ്ടാണ്. നമ്മുടെ വൃക്കകൾ ശരീരത്തിലുണ്ടാവുന്ന എക്സസ് വെള്ളവും ഉപ്പും കളയുന്നത്, മൂത്രത്തിൽ കൂടെ കളയുന്നതാണ് അതിൻ്റെ ഒരു പ്രധാന ഫങ്ഷൻ. വൃക്കയ്ക്ക് പല അസുഖങ്ങളോ തകരാറ് വരുമ്പോഴത്തേക്ക് ചിലപ്പം നമ്മുടെ ഈ മൂത്രത്തിൽ പോകുന്ന ഈ രക്തത്തിലുണ്ടാകുന്ന എക്സസ് വെള്ളവും മൂത്രവും ചിലപ്പം കളയുന്നത് കുറവായിരിക്കും. ഇത് കാരണം കൊണ്ട് രക്തത്തിൽ വെള്ളത്തിൻ്റെ അംശം കൂടുക, ഉപ്പിൻ്റെ അംശം കൂടുക, അപ്പോഴത്തേക്ക് സമ്മർദ്ദം വരിക, നീര് വരാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മുടെ വൃക്കകൾ ഈ ഫിൽട്രേഷൻ ഗ്ലോമർലെസ് കൂടാണ് നടക്കുന്നത്. അപ്പം വെള്ളവും ഉപ്പും മൂത്രത്തിൽ കൂടെ കളയുന്ന കൂട്ടത്തിൽ പ്രോട്ടീൻ അത് സാധാരണ കളയാറില്ല. അഥവാ സ്വല്പം പ്രോട്ടീൻ വന്നാൽ അത് തിരിച്ച് റീഅബ്സോർപ്ഷൻ വരും. അതുകൊണ്ട് നമ്മൾ മൂത്രം സാധാരണ ആളുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അംശം കാണത്തില്ല. അപ്പം ചില അസുഖങ്ങൾ കൊണ്ട് നമുക്ക് മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അംശം കൂടുമ്പോഴത്തേക്ക് ചിലപ്പം രക്തത്തിൽ പ്രോട്ടീൻ്റെ അംശം കുറയുമ്പോഴത്തേക്ക് രക്തത്തിലുണ്ടാകുന്ന വെള്ളം ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലോട്ട് പോവുക, അപ്പോൾ നീര് വരിക. വൃക്ക അസുഖങ്ങളും നീര് വരാൻ 3 പ്രധാന അസുഖങ്ങൾ കൊണ്ടാണ്. ഒന്ന് നെഫ്രോട്ടിക് സിൻഡ്രോം, പിന്നുള്ളത് നെഫ്രറ്റിക് സിൻഡ്രോം അല്ലെങ്കിൽ ഗ്ലോമറുലർ നെഫ്രൈറ്റിസ്, പിന്നുള്ളത് വൃക്ക തകരാറ് റീനൽ ഫെയിലിയർ. നെഫ്രോട്ടിക് സിൻഡ്രോം ഏറ്റവും കൂടുതൽ കാണുന്നത് 1-9 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള കുട്ടികളിലാണ്. അമ്മമാർ പറയും ഇതുവരെ കുട്ടികൾക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും മുഖത്തിന് നീര് കാണുക, ദേഹത്തിൽ വെയിറ്റ് കൂടുതലായിരിക്കുക എന്നുള്ള തോന്നൽ വരിക, അതേസമയം മൂത്രത്തിൽ ഒഴിക്കുമ്പോഴത്തേക്ക് അമിതമായ പത വരിക. അത് മൂത്രത്തിൽ പ്രോട്ടീൻ പോകുന്നതിന് ലക്ഷണമാണ്. അപ്പം നമ്മൾ ഈ കുട്ടികൾ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മൂത്രത്തിന് അളവിന് വലിയ കുറവില്ല, പക്ഷേ മൂത്രത്തിൽ അമിതമായ പത വരിക. നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പോഴത്തേക്കും പത കാണും മൂത്രത്തിൽ. അപ്പോൾ ഇത് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ഈ മൂത്രത്തിൽ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നതുകൊണ്ട് രക്തത്തിൽ ആൽബുമിൻ ഭയങ്കര കുറവായിരിക്കും. അതേ സമയത്ത് കൊളസ്ട്രോൾ കൂടുതലായിരിക്കും. നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് മൂത്രത്തെ പ്രോട്ടീൻ്റെ അംശം ഒരു 3.5 ഗ്രാമിൻ്റെ മേളിലായിരിക്കും 24 മണിക്കൂറിൽ. അതേസമയം രക്തത്തിൽ ആൽബുമിൻ തീരെ കുറവായിരിക്കും, കൊളസ്ട്രോളും കൂടുതലായിരിക്കും. അപ്പോൾ രക്തത്തിൽ ആൽബുമിൻ കുറവായ സ്ഥിതിക്ക് രക്തത്തിലുണ്ടാകുന്ന വെള്ളം ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിൽ പോവുക, അപ്പോഴത്തേക്കാണ് നീര് വരിക. ഈ നീര് പ്രധാനമായും കൺപോളകളിലൊക്കെ കാണുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൺപോളകളിൽ നീര് കാണും. ഇതിൻ്റെ പ്രധാന കാരണം മിനിമൽ ചേഞ്ച് നെഫ്രോട്ടിക് സിൻഡ്രോമാണ് ചെറുപ്രായത്തിൽ കാണുന്നത്. ഇതിൻ്റെ 90% ആളുകൾ കോർട്ടിക്കോസ്റ്റീറോയിഡ് എന്ന് പറഞ്ഞ മരുന്ന് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഭേദമാവുന്ന അസുഖമാണ്. ഇതുകൊണ്ട് നമ്മൾ ഗുളിക കഴിക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ നീര് കുറയും. ഗുളിക കഴിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് വെള്ളവും ഉപ്പും കുറയ്ക്കേണ്ടി വരും. പിന്നെ ചിലപ്പോൾ കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിക്കേണ്ടി വരും. ചിലപ്പോൾ മൂത്രം കൂടുതൽ പോകാൻ വേണ്ടി ഡയൂട്ടിക്സ് എന്ന് പറഞ്ഞ മരുന്ന് കഴിക്കേണ്ടി വരും. പക്ഷേ ഒരു 80% ആളുകൾ ഈ ഗുളികകൾ കഴിക്കുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് അസുഖം മാറും. പക്ഷേ ഒരു 75% ആളുകൾക്ക് വീണ്ടും വരും. അപ്പോൾ ഈ റിലാപ്സ് എന്ന് പറയും. പക്ഷെ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും റിലാപ്സസിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരും. ചിലവർക്ക് നമ്മൾ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് അല്ലാതെ
നമുക്ക് സൈക്ലോഫോസ്മൈഡ് അല്ലെങ്കിൽ റിട്ടുക്സിമാബ്, ലീവമിസോൾ എന്നുള്ള മരുന്നുകൾ ചിലപ്പോൾ കഴിക്കേണ്ടി വരും. പക്ഷേ ഒരു 90% ആളുകൾക്ക് ഇതുകൊണ്ട് വൃക്ക തകരാറ് വരാറില്ല. ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് റിലാപ്സിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരും. വേറൊരു അസുഖമാണ് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ്. ഇതല്ലെങ്കിൽ അക്യൂട്ട് നെഫ്രിറ്റിക് സിൻഡ്രോം എന്ന് പറയും. ഇങ്ങനത്തെ കുട്ടികൾ മൂത്രത്തിൻ്റെ അംശം തീരെ കുറവായിരിക്കും. അവർ പറയും മൂത്രത്തിൽ ഒരു തേയിലയുടെ നിറം അല്ലെങ്കിൽ കോള കളേർഡ് മൂത്രമായിരിക്കും. ഫ്രാങ്ക് രക്തമായിരിക്കത്തില്ല. പക്ഷെ നമ്മൾ മൂത്രം പരിശോധിക്കുമ്പോഴത്തേക്ക് നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അടി നോക്കുമ്പോൾ മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം കാണും. പ്രോട്ടീൻ്റെ അംശവും മൂത്രത്തിൽ സ്വല്പം കാണും. പക്ഷേ നെഫ്രോട്ടിക് സിൻഡ്രോമിൻ്റെ അത്രയും ലെവൽ കാണത്തില്ല. ഈ അസുഖം വരുമ്പോഴത്തേക്ക് നമ്മുടെ വൃക്കകളിലുള്ള ഗ്ലോമറുലസ്, ഇതാണ് നമ്മൾ സാധാരണ രക്തം ഫിൽട്ടർ ചെയ്യുന്നത്. ഇതിനകത്ത് ഈ ഗ്ലോമറുലസിനകത്തുള്ള കാപ്പിലറീസിനകത്ത് മുഴുവൻ രക്ത സെൽസ് കാണും. കൂട്ടത്തിൽ പഴുപ്പിൻ്റെ സെൽസും കൂടി കാണും. ഇതുകൊണ്ട് നമുക്ക് രക്തത്തിലുണ്ടാവുന്ന ഉപ്പും വെള്ളവും മുഴുവൻ മൂത്രത്തിൽ കൂടെ കളയാൻ സാധിക്കത്തില്ല. ഇതുമൂലം ശരീരത്തിൽ നീരുണ്ടാവുക, ബ്ലഡ് പ്രഷർ കൂടാൻ സാധ്യതകളുള്ളത്. പിന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ചിലവർക്ക് ഈ ഫിൽട്രേഷൻ ശരിക്കും നടക്കാത്തതുകൊണ്ട് ബ്ലഡ് യൂറിയയും ക്രിയാറ്റിനും അംശം സ്വല്പം കൂടുതലായിരിക്കും. പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് ആൽബുമിൻ ലെവൽ വലുതായിട്ട് കുറയത്തില്ല, കൊളസ്ട്രോൾ ലെവലും വലുതായിട്ട് കൂടത്തില്ല നെഫ്രോട്ടിക് സിൻഡ്രോമിനെ അപേക്ഷിച്ച്. പിന്നെ ഈ കുട്ടികളിൽ സാധാരണ രക്തസമ്മർദ്ദം കൂടുതലായിരിക്കും. ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് ആഹാരത്തിൽ വെള്ളവും ഉപ്പും കുറയ്ക്കുക, ബ്ലഡ് പ്രഷർ കുറയ്ക്കുക, പിന്നെ മൂത്രം കൂടുതൽ പോകാൻ വേണ്ടിയുള്ള മരുന്നുകൾ, അത് ഡയൂട്ടിക്സ് എന്ന് പറയും. ഡയൂട്ടിക്സ് കഴിക്കുമ്പോഴത്തേക്ക് മൂത്രത്തിൽ കൂടെ അളവ് കുറവാണെങ്കിലും അതിൽ കൂടെ കൂടുതലും ഉപ്പും വെള്ളം കളയാൻ സാധിക്കും. അപ്പോൾ ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം മിക്കതും നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം മരുന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞു കിട്ടും. ഇതിൻ്റെ പ്രധാന കാരണം ഇൻഫെക്ഷൻസ് ആണ്. കുട്ടികളിൽ കാണുന്ന സാധാരണ ഇൻഫെക്ഷൻസ് തൊണ്ടവേദന, പിന്നെ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ശരീരത്തിൽ മുറിവുണ്ടാവുക, കാലിൽ കരപ്പൻ മാതിരിയുള്ള അസുഖങ്ങൾ, ചൊറിച്ചിലുണ്ട്, മുറിവുകൾ വരുമ്പോഴത്തേക്ക് അത് ഇൻഫെക്ഷൻ അടിച്ചു കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്കാണ് ഈ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നുള്ള തോന്നൽ വരുന്നതും അതേസമയം മൂത്രത്തിൻ്റെ ആ കളർ കണ്ടുവരുന്നതും. അപ്പോൾ ചിലവർക്ക് ഇൻഫെക്ഷൻ ഉണ്ട്, ചിലപ്പം കുറച്ച് നാളത്തേക്ക് ഒരു ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരും. പക്ഷേ അക്യൂട്ട് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് ഒരു 90% പിള്ളേരുടെ കംപ്ലീറ്റ് ആയിട്ട് അത് മാറിക്കിട്ടും. സാധാരണ ഈ ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യതകൾ കുറവാണ്. പിന്നെ ഉള്ളത് വൃക്ക തകരാറ്. വൃക്ക തകരാറ് 2 തരത്തിലുള്ളതാണ്. ഒന്ന് പെട്ടെന്ന് വരുന്ന വൃക്ക തകരാറ്, അത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. ചിലപ്പം കഴിക്കുന്ന മരുന്നുകളുടെ ആകാം, ചിലപ്പോൾ ഈ ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് കൊണ്ട് താൽക്കാലിക അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി വരാം. ഇതിൻ്റെ പക്ഷേ നമ്മളൊരു കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ നമ്മൾ മൂത്രം കൂടെ പോകാനുള്ള മരുന്നുകളും ആഹാരക്രമവും ചിലവർക്ക് കുറച്ച് നാളത്തേക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു 2-3 ആഴ്ച ഡയാലിസിസ് ചെയ്താൽ പോലും കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന ഒരു അസുഖമാണ്. പൂർണ്ണമായ വൃക്ക തകരാറ്, അത് ക്രോണിക് കിഡ്നി ഡിസീസ്, സായാണ് വൃക്ക തകരാറ് കൂടി വരുന്നത്. ഇത് ഗ്രാജുവലായിട്ടാണ് യൂറിയയും ക്രിയാറ്റിനും ലെവൽ കൂടി വരുന്നത്. നീര് ഗ്രാജുവലായിട്ട് കൂടി വരും. പിന്നെ അവർക്ക് ശ്വാസം മുട്ടൽ, ശരീരം നീര്, പിന്നെ രാത്രിയിൽ കിടക്കാൻ നേരത്തേക്ക് ഞെട്ടി എഴുന്നേക്കുക ശ്വാസം മുട്ടൽ അതിൻ്റെ കാരണം ലങ്സിനകത്ത് വെള്ളം കയറുന്നതാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ വരുമ്പോഴത്തേക്ക് ചിലപ്പം ഡയാലിസിസോ അല്ലെങ്കിൽ പിന്നെ ഭാവിയിൽ വൃക്ക മാറ്റി വയ്ക്കുക, ശസ്ത്രക്രിയയൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം ഇത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടാൻ. അപ്പോൾ കുട്ടികളുണ്ടാകുന്ന നീരിന് പല കാരണങ്ങളുണ്ട്. വൃക്കയ്ക്ക് അസുഖത്തിനുള്ള കുട്ടികൾ നീരുണ്ടാകുന്ന പ്രധാന കാരണമാണ്. എന്തുകൊണ്ടത് വന്നത് പരിശോധിച്ച് നമുക്ക് മൂത്രപരിശോധനയിലും രക്തപരിശോധന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കൂടുതൽ നെഫ്രോട്ടിക് സിൻഡ്രോം പോലെയാണോ, പ്രോട്ടീൻ്റെ അംശം കൂടുതലായിട്ടാണോ, അതോ ഫിൽട്രേഷൻ നടക്കാതിരുന്നിട്ട് ബ്ലഡ് യൂറിയം ക്രിയാറ്റിൻ ലെവൽ കൂടിയിട്ടാണോ, അതോ വൃക്ക തകരാർ വന്ന ശേഷമുള്ള കാരണം കൊണ്ടാണോ ശരീരത്തിലുള്ള എക്സസ് വെള്ളവും ഉപ്പും കളയാൻ സാധിക്കാത്തത്. അപ്പോൾ തക്ക പരിശോധനകളിൽ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്താണ് വൃക്ക ഡാമേജ് വരാനുള്ള കാരണവും പിന്നെ അതിനുമായിട്ട് തക്കതായ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ 90% ആളുകൾക്ക് പൂർണ്ണമായിട്ട് ഇത് മാറിക്കിട്ടും. നന്ദി, നമസ്കാരം.